പുതുവർഷം പിറക്കാനാണ് പോകുന്നത്. നിങ്ങളിപ്പോഴും പഴയ ആൾ തന്നെയായിട്ടാണോ നിൽപ്പ്? പഴയ ആളെന്നോ പുതിയ ആളെന്നോ ഇല്ലട്ടോ. നമ്മൾ തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ജീവിക്കാനുള്ളത്. കഴിഞ്ഞത് കഴിഞ്ഞു. കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കുറ്റപ്പെടുന്നവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ വഴി നമ്മൾ തെളിച്ച് മുന്നോട്ട് പോവുക. ആത്മാർത്ഥമായി ജോലി ചെയ്യുക. നല്ല നല്ല ചിന്തകൾ കൂട്ടിന് കൊണ്ട് നടക്കുക. ചീത്ത ഓർമ്മകൾ മറന്നു കളയുക. അതിൽ തോളിലേറ്റി കുറേ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ നല്ലൊരു മാനസിക അന്തരീക്ഷം ഇല്ലാതായി പോകും. സത്യസന്ധത പരമാവധി കൈമുതലാക്കുക. മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുത്തു വയ്ക്കുക. അത് ഒരുമിച്ച് നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ചേശ്ശെയായി യാഥാർത്ഥ്യമാക്കാനായി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വഴികൾ നമ്മളുടെ മുന്നിൽ തുറക്കുന്ന സമയത്ത് പിന്നെയാകാം അന്ന് എന്ന് കരുതി അത് മറച്ചു വയ്ക്കരുത്. അതിൽ തുടരാനായി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആവണോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രയത്നിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം ചെറുതായി സക്സസ് ആയിക്കൊണ്ടേയിരിക്കും. അത് ആര് വിചാരിച്ചാലും അത് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. ഏറ്റവും നല്ല മാർഗങ്ങൾ, നല്ല നല്ല ചിന്തകൾ കൂടെ കൂട്ടുക. നല്ല നല്ല സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക. ചീത്ത സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കൈ അകലെ നിർത്തുക. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നമ്മളെ എപ്പോഴും തേടി വരും. എന്നാൽ നല്ല സുഹൃത്തുക്കൾ കുറച്ചേ ഉണ്ടാവൂ. അവർ എപ്പോഴും കൂടെ ഉണ്ട് എന്ന് കരുതി അവരെ അവോയ്ഡ് ചെയ്യരുത്. അപ്പോൾ പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ യാഥാർത്ഥ്യമാക്കാനായി കഠിനമായി നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്താൽ അടുത്തു വരുന്ന 2026 നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങൾ പൂവണിയാനും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുവാനും കഴിഞ്ഞ സങ്കടങ്ങളെ ഒരിക്കലും നമ്മൾ മറന്നു കളയരുത്. സങ്കടങ്ങളിൽ നിന്നാണ് നമുക്ക് പഠിക്കാനേറെ ഉള്ളത്. സന്തോഷങ്ങൾ അല്പസമയത്തെ ഒരു ഉന്മേഷം തരുമെങ്കിലും സങ്കടങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഉന്മേഷത്തോടെ നമ്മുടെ ജോലികൾ യഥാസമയം കൃത്യമായിട്ട് ചെയ്ത് തീർക്കുവാനായി നിങ്ങൾ പ്രയത്നിക്കുക. അപ്പോൾ വിജയം നമ്മുടെ കൂടെ തന്നെ. 2026 നമ്മൾ അടിച്ചു പൊളിക്കും. ഓക്കെ.